2 വർഷം മുമ്പ് ബാലൻഡിയോർ റാങ്കിങ്ങിൽ രണ്ടാമത് വന്നവൻ, ടീമിൻ്റെ ഭാവിയെന്ന് സകലരും ഉറപ്പിച്ച പേര്. ആദ്യകാലങ്ങളിൽ കേട്ട കളിയാക്കലുകൾക്കും വിമർശനങ്ങൾക്കുമെല്ലാം അവൻ എണ്ണി മറുപടി പറയുമെന്ന് എല്ലാവരും കരുതി. പക്ഷേ ഇന്ന് അതേ താരം ആ ടീമിൽ തുടരുമോ ഇല്ലയോ എന്നതാണ് ട്രാൻസ്ഫർ കമ്പോളത്തിലെ പ്രധാന ചർച്ചാ വിഷയം. യെസ്, പറഞ്ഞു വരുന്നത് വിനീഷ്യസ് ജൂനിയറിനെ പറ്റിയാണ്. താരത്തിൻ്റെ റയലിലെ ഭാവിയെ പറ്റിയാണ്. ഈ ട്രാൻസ്ഫർ സാഗയ്ക്ക് തുടക്കമിട്ട സംഭവ വികാസങ്ങളെക്കുറിച്ചാണ്. 2 സീസൺ പിന്നോട്ടേക്ക് പോവാം. വർഷം 2024. റയൽ ഫാൻസിനത് സമീപകാലത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഓർമ്മകൾ സമ്മാനിച്ച സീസണാണ്. കാർലോ അഞ്ചലോട്ടിയും സംഘവും ബെർണബ്യൂവിലേക്ക് 15ാം യൂറോപ്യൻ കിരീടം കൊണ്ടുവന്ന രാത്രി ഇന്നും ഓരോ മാഡ്രിഡിസ്റ്റുകളുടെ നെഞ്ചിലുമുണ്ടാവും. ക്രൂസിന്റെ പടിയിറക്കം അവരെ ഒന്ന് മുറിവേൽപ്പിച്ചെങ്കിലും വരാനിരിക്കുന്ന ബാലൻഡിയോർ സെറിമണി അതിനൊരു പരിഹാരമാവുമെന്ന് അവർ കരുതി. കാരണം ആ സീസണിൽ ടീമിന്റെ കുതിപ്പിന് കയ്യും കാലും തലയും ഹൃദയവുമൊക്കെ ഒരേ ഒരാളായിരുന്നു, വിനീഷ്യസ് ജൂനിയർ. ബെൻസിമയ്ക്ക് പിന്നാലെ ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം താരത്തെ തേടി വരുമെന്ന് കിനാവ് കണ്ടവർക്ക് റോഡ്രി ആ ട്രോഫി ഉയർത്തി നിൽക്കുന്ന ചിത്രം താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആ പ്രഖ്യാപനം താരത്തെ മാനസികമായി അലട്ടി. അവിടെ തുടങ്ങുകയായിരുന്നു വിനി എന്ന സൂപ്പർ സ്റ്റാറിന്റെ വീഴ്ച. തൊട്ടടുത്ത സീസണിൽ റയലിലേക്ക് ഒരു വമ്പൻ സ്രാവെത്തി. വർഷങ്ങളായി റയൽ ചൂണ്ടയും വലയുമെല്ലാം വീശി കാത്തിരുന്ന ഒരാൾ, പേര് കിലിയൻ എംബാപ്പെ. അതോടെ വിനീഷ്യസിൻ്റേത് മാത്രമായിരുന്ന ഇടത് ഫ്ലാങ്കിന് പുതിയൊരു അവകാശി കൂടിയായി. ഓൾറെഡി ഇടത് ഫ്ലാങ്കിനോട് പ്രിയമുള്ള റോഡ്രിഗോ ടീമിലുണ്ടായിരുന്നു. പക്ഷേ താരത്തെ ആഞ്ചലോട്ടി ഒരു റൈറ്റ് വിങ്ങറാക്കി മാറ്റിയത് വിനിക്ക് നാളത്രയും ഗുണം ചെയ്തു. എന്നാൽ 2025 ആഞ്ചലോട്ടി ബൈ പറഞ്ഞത് റയലിൽ വിനിയുടെ കസേരയുടെ കാലിളക്കുന്ന കാര്യമായി. കാരണം പുതുതായി എത്തിയ പരിശീലകൻ സാബി അലോൺസോയുടെ പ്ലാനുകൾ തീർത്തും വ്യത്യസ്തമായിരുന്നു. ഒരു താരത്തോടും അമിതമായ താല്പര്യം സാബി കാണിച്ചില്ല. തൻ്റെ ക്ലബിൽ സൂപ്പർ സ്റ്റാർ വാഴ്ച എന്നൊന്നും ഉണ്ടാവരുതെന്ന് അയാൾ ഉറപ്പിച്ചു. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം താരങ്ങളെ ആദ്യ 11ലേക്ക് പരിഗണിച്ചു. യാതൊരു പേടിയുമില്ലാതെ വിനിയെയും എംബാപ്പയും ഒക്കെ ബെഞ്ചിലിരുത്തി. ഈഗോ ക്ലാഷുകളുടെ തുടക്കം അവിടെ മുതലായിരുന്നു. റയലും വിനിയും തമ്മിൽ കരാർ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന കാലമായിരുന്നു അത്. ശമ്പളവും അലവൻസും മുതൽ ഇമേജ് റൈറ്റ്സ് അടക്കമുള്ള കാര്യങ്ങളിൽ ഇരു കൂട്ടർക്കുമിടയിൽ സംഭാഷണങ്ങൾ അരങ്ങേറുന്ന സമയം. എന്നാൽ എൽ ക്ലാസിക്കോയിൽ തന്നെ പിൻവലിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സാബിയുമായി അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്ന വിനി അതോടെ മാനേജ്മെൻറ്റിൻ്റെ ഓഫറുകൾ ചെവികൊണ്ടില്ല. ക്ലബ്ബുമായി 2 വർഷത്തെ കരാർ കൂടി ഉണ്ടല്ലോ എന്നും പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നീട് പരിഗണിക്കാമെന്നായിരുന്നു താരത്തിൻ്റെ അടുത്ത വൃത്തങ്ങളെന്ന് അറിയിച്ചത്. കൃത്യമായ ഇടവേളകളിൽ കരാർ പുതുക്കൽ നടപടികൾ വേഗത്തിലാക്കാനുള്ള നീക്കങ്ങൾ റയൽ മാനേജ്മെൻറ്റ് നടത്തി നോക്കിയെങ്കിലും വിനിയുടെ ക്യാമ്പിൽ നിന്നും ഗ്രീൻ സിഗ്നൽ ഉയർന്നു കണ്ടില്ല. താരത്തിനായി അവർ ആവശ്യപ്പെടുന്ന ഭീമമായ പാക്കേജ് സ്വീകരിക്കാൻ റയൽ ഒരുക്കമല്ലായിരുന്നു എന്നതും മറ്റൊരു കാര്യം. താൻ വരക്കുന്ന വരക്ക് മുകളിൽ മറ്റൊരാളെ കൊണ്ട് ഒരു കുത്തുപോലും ഇടിയിപ്പിക്കാത്ത ഫ്ലോറന്റീനോ പെരസ് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. തനിക്ക് മുകളിൽ ഒരാൾ ഉയർന്നാൽ അതത്ര വലുപ്പ ചെറുപ്പമുള്ളവരായാലും തഴഞ്ഞു കളയുക എന്നതാണ് അയാളുടെ ശൈലി. വിനിയുടെ കേസിലും പെരസ് തൻ്റെ പോളിസിയിൽ ഉറച്ചു നിന്നു. താൻ പറയുന്ന തുകക്ക് കരാർ പുതുക്കാൻ ഒരുക്കമെങ്കിൽ ഇവിടെ തുടരാം, അല്ലെങ്കിൽ ബെർണബ്യൂവിൻ്റെ വാതിൽ മലർക്ക തുറന്ന് പുറത്തേക്ക് നടക്കാം. പെരസിൻ്റെ പ്രഖ്യാപനം കൃത്യവും വ്യക്തവുമായിരുന്നു. അതിൻ്റെ തെളിവുകൾ ഈ ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇരുവിങ്ങിലും ഒരുപോലെ കളിക്കുന്ന യാൻ ഡയമോണ്ടയുമായി കരാറിലെത്താൻ ഒരുക്കങ്ങൾ നടത്തിയത് ഇതിന് തന്നെയാണ്. ട്രാൻസ്ഫർ കമ്പോളത്തിൽ കണ്ണു നട്ടിരിക്കുന്നവർക്ക് യാതൊരു സൂചനയും നൽകാതെ കാർലോസ് എസ്പിയെ തൂക്കിയതും അർത്ഥമാക്കുന്നത് അതുതന്നെയാണ്. വിനിയില്ലെങ്കിലും റയൽ അടുത്ത സീസണിൽ സുഖമായി കളിക്കും. നിൽക്കേണ്ടവർക്ക് നിൽക്കാമെന്നും അല്ലാത്തവർക്ക് പോകാമെന്നുള്ള കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ്. പന്തിപ്പോൾ വിനിയുടെ കാലിലാണ്. അയാൾക്ക് മുന്നിൽ 2 ഗോൾമുഖങ്ങളുണ്ട്. ഒന്ന് അയാൾക്ക് സ്വന്തത്തോളം പരിചയമുള്ള റയൽ മാഡ്രിഡ്, മറ്റൊന്ന് തീർത്തും അന്യമായ ആർസണൽ. ട്രൊസാർഡിൻ്റെ വിടവിലേക്ക് ഒരു വമ്പൻ പേരുകാരനെത്തിച്ച് ഗണ്ണേഴ്സ് കരുത്ത് കാണിക്കുമോ? അതോ പെരസിൻ്റെ ഓഫറിന് സമ്മതം മൂളി വിനി ബെർണബ്യൂവിൽ മിന്നലാട്ടങ്ങൾ തുടരുമോ? കാത്തിരിക്കാം, കണ്ടറിയാം.